ചേമ്പ് താളിക്കുന്നതിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അതിനായിട്ട് ഇവിടെ 5 ചേമ്പ് എടുത്തിട്ടുണ്ട്. തൊലിയെല്ലാം ചിരണ്ടി കഴുകിയെടുത്ത ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഇതിനെ ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് 5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതാണ്. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി ഞരടി കൊടുക്കണം. അപ്പോഴേക്കും തേങ്ങയിൽ നിന്നും തേങ്ങാപ്പാൽ പുറത്തേക്ക് വരും. ഇത്തരത്തിൽ ഞരടിയ തേങ്ങ ഇതിൻ്റെ തേങ്ങാപ്പാലോട് കൂടി വെള്ളവും ചേർത്ത് ചേമ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേമ്പ് വെന്ത് വരാൻ ആവശ്യമായ 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിച്ച ശേഷം ആവി വന്ന് കഴിയുമ്പോൾ ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കാം. തിളച്ച് കഴിഞ്ഞാൽ ഇളക്കി ഇട്ട് കൊടുക്കണം. അടിയിൽ പിടിക്കാതിരിക്കാനായിട്ടാണിത്. വെള്ളമൊക്കെ വറ്റി ചേമ്പ് വെന്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 3 ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് ഇളക്കി ചെറിയ ഉള്ളി മൂപ്പിച്ചെടുക്കണം. നിറം മാറാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് 3 വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചതും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇളക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇതിനെ വേവിച്ച് വെച്ചിരിക്കുന്ന ചേമ്പിൽ ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. ഇത് 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. ഇത് ഇങ്ങനെ തന്നെ വെറുതെ കഴിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ചൂട് ചോറിൻ്റെയോ കഞ്ഞിയുടെയോ ഒപ്പം കഴിക്കാൻ പറ്റിയതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തോളൂ. മറ്റൊരു നല്ലൊരു വിഭവമായി മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. താങ്ക്